Hi friends, welcome back to my channel Trancetech. In this wall decoration and clock which is a wall decoration is a simple wall decoration. So, skip the video. Appo friends, we have a clock. ഈ ഭാഗത്തിന് പറ്റുന്ന ഒരു കാർഡ്ബോർഡിൻ്റെ സർക്കിൾ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് അളവെടുത്ത് കട്ട് ചെയ്തെടുക്കുക. ഞാൻ അവിടെ മുന്നേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ ഫ്രണ്ട്സ്, 2 എണ്ണം കട്ട് ചെയ്തെടുക്കണം. കണ്ടോ കറക്റ്റ് ഇതിൽ ഇറങ്ങിയിരിക്കണ പോലെ വേണം കട്ട് ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ അതിൻ്റെ മേലെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സർക്കിളും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളുടെ ക്ലോക്കിൻ്റെ അളവനുസരിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. സർക്കിളിലുള്ള ക്ലോക്ക് എടുക്കാവും ഏറ്റവും ബെറ്റർ. സ്ക്വയർ കുഴപ്പമൊന്നുമില്ല, ഒന്നുകൂടിയും നല്ലത് സർക്കിളാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും സർക്കിളായിട്ടുള്ള ക്ലോക്ക് എടുക്കാൻ നോക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ സ്റ്റിക്കാണ്. നിങ്ങളുടെ അടുത്തുള്ള സ്റ്റേഷനറി ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആവും. അപ്പോൾ നമ്മളിത് 20 എണ്ണം എടുത്തിട്ടുണ്ട്. 10 എണ്ണം ഒരു കളറും 10 എണ്ണം വേറെ കളറാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ മൊത്തം 20 എണ്ണം വേണം. പിന്നെ വേണ്ടത് ഇതുപോലത്തെ ഫോം ഷീറ്റാണ്, ഗ്ലിറ്ററിങ് ഫോം ഷീറ്റാണിത്. അപ്പോൾ ഞാൻ ഇവിടെ 2 കളർ എടുത്തിട്ടുണ്ട്. ഒരു കളർ നമ്മൾ ക്ലോക്കിന് മാച്ചിങ് ആയതും ഒന്നൊരു ലൈറ്റ് കളർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പെയിൻറ്റ് ചേർക്കണം. അപ്പോൾ 10 സ്റ്റിക്ക് ഒരു കളർ, 10 സ്റ്റിക്ക് വേറെ കളർ, അങ്ങനെ മൊത്തം 20 സ്റ്റിക്കാണ്. അപ്പോൾ നമുക്കിത് പെയിൻറ്റ് ചെയ്തിട്ട് വരാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ സ്റ്റിക്കൊക്കെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമുക്ക് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഹാർട്ടിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. തിരിച്ച് വെച്ച് നമ്മളുടെ സൈസുകൾ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ 3 സൈസിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ ഈ സൈസിൽ ഈ വൈറ്റും ബ്ലൂവും കട്ട് ചെയ്തെടുക്കണം. ഇതിൽ ബ്ലൂ, അതേപോലെ തന്നെ ഈ ചെറുതിൽ വൈറ്റ്, അങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. എല്ലാതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാതും 10 എണ്ണം വെച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് കട്ട് ചെയ്തൊക്കെ നേരത്തെ പെയിൻറ്റ് ചെയ്ത് വെച്ച സ്റ്റിക്ക് ഒട്ടിക്കണം. അപ്പോൾ നമുക്കതൊക്കെ ഒട്ടിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബ്ലാക്ക് സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സിൽവറാണ് യൂസ് ചെയ്യുന്നത്. ബ്ലാക്കും സിൽവറാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ അത് ഒട്ടിച്ചു കൊടുക്കാം ഫ്രണ്ട്സ്. ഏറ്റവും ടോപ്പിലറിന് ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ വൈറ്റിൽ ചെറുത് കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇതുപോലെ ഇതിൻ്റെ തൊട്ട് താഴായിട്ട് ഒട്ടിക്കാം. കുറച്ച് കേപ്പിട്ടിട്ട് വളയാതെ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇതിമേ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിമേ മിററൊക്കെ ഒട്ടിക്കാവുന്നതാണ്. ഞാനിവിടെ ചെറിയൊരു മിറർ എടുത്തിട്ടുണ്ട്. റൗണ്ട് മിററാണ്. അത് ഞാൻ ഇതിൻ്റെ അടിയിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒട്ടിച്ചതിന് ശേഷമുള്ള വ്യൂ നിങ്ങൾക്ക് കാണിച്ചു. ഇതുപോലെയാണ് നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. ബ്ലാക്ക് സ്റ്റിക്കുമ്മ സിൽവർ വലുതും ചെറുതും പിന്നെ ഞാൻ മിറർ ഒട്ടിച്ചിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒട്ടിച്ചാൽ മതി, അല്ലെങ്കിൽ നമുക്ക് അവിടെ വേറെ എന്തെങ്കിലും ഒട്ടിക്കാവുന്നതാണ്. അതുപോലെ ഈ സ്റ്റിക്മ ബ്ലൂവും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നടുവിലൊരു മിറർ, പിന്നെ ആ കുഞ്ഞ് ഹാർട്ട് ഷേപ്പ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെയാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം. ഇതാ നമ്മളിവിടെ എല്ലാ സ്റ്റിക്കിനും അടിപൊളിയായി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. കണ്ട ഫ്രണ്ട്സ്, ഇതുപോലെയാണ് ഒട്ടിക്കേണ്ടത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിത് നമ്മുടെ ആ ക്ലോക്കുമേ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമുക്കത് അങ്ങനെ നോക്കാം. ഇത് നമ്മളിവിടെ ക്ലോക്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ 2 റിങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാകുന്നു. ഈ ബാക്കിൻ്റെ ഈ സൈസിന് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള 2 എണ്ണം നമ്മൾ ഇതിന്മേലാണ് ഒട്ടിക്കണത്. ഫ്രണ്ട്സ്, നമ്മളിത് ഈ കാർഡ്ബോർഡ് മേണ് ഒട്ടിക്കണത്. കണ്ടോ, ഇങ്ങനെ
ഒട്ടിച്ചെടുക്കാം. ഗ്ലൂ ഗൺ വെച്ച് നമ്മൾ ഒട്ടിക്കുന്നത്. എല്ലാതും ഇതേപോലെ തന്നെ ഒട്ടിച്ചെടുത്തതിന് ശേഷം ഈ റിങ് അതിൻ്റെ മേലെ ഒട്ടിച്ചെടുക്കും. അപ്പോൾ ഒന്നുകൂടിയും ഉറപ്പിലിരുന്നോളും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ലാസ്റ്റാണ് നമ്മളിത് ക്ലോക്ക് ഒട്ടിക്കുള്ളൂ. അപ്പോൾ നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ എല്ലാതും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്ട്രോങ്ങിൽ ഒട്ടിച്ചെടുക്കണം, അല്ലെങ്കിൽ ഈ ക്ലോക്ക് നമ്മൾ വോളിൽ ഹാങ് ചെയ്യുമ്പോൾ പറഞ്ഞു പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ലോണം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വേണം ഒട്ടിക്കാൻ. നമ്മളിപ്പോൾ ഇത് ഓരോന്ന് കറക്റ്റ് ലെവലിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിനി മൊത്തത്തിൽ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ സെക്കൻഡ് റിങ് ഇത് ഒട്ടിച്ചെടുക്കും. അപ്പോൾ ഒന്നുകൂടി ഒരു സ്ട്രോങ് കിട്ടും. ഇതിൽ ഫുള്ള് നമ്മൾ ഗ്ലൂ കൊടുത്തതിന് ശേഷം ഇത് അതിൻ്റെ മേലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒന്നുകൂടിയും ഒരു സ്ട്രോങ്ങിൽ നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. കണ്ട ഫ്രണ്ട്സ്, നമ്മളിവിടെ എല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിതൊക്കെ ക്ലോക്കുമേ ഒട്ടിച്ചു. എന്നിട്ട് അതിന് ശേഷം ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം സെക്കൻഡ് ലെയർ നമ്മൾ റൗണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളതും ഇതിൻ്റെ മേലെ ഒട്ടിച്ചു. ഫ്രണ്ട്സ്, നമ്മുടെ ക്ലോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അടിപൊളിയായി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെ എല്ലാവർക്കും സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡെക്കറേഷനാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ക്ലോക്ക് നമ്മൾ വോളിൽ ഹാങ് ചെയ്തിട്ട് അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടിപൊളി വോൾ ഡെക്കറേഷനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. ബൈ.